നമ്മളുടെ ലേൺ വൈസ് കണ്ടക്ട് ചെയ്യുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം OP11.0യുടെ സിലബസ് ഡീകോഡ് ക്ലിനിക്സ് എന്ന സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ ഓൺ ബോർഡിംഗിന്റെ ഒക്കെ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓറിയന്റേഷന്റെ ടൈമിൽ സിലബസ് ഡീകോഡിംഗ് കാണും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, നിങ്ങളുടെ ഫീൽഡ് വർക്ക്, അതുപോലെ അസൈൻമെന്റ്സ്, എക്സാംസ്, ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. എന്റെ പേര് ഫാത്തിമ. ഞാൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. അതേപോലെ തന്നെ എന്റെ കൂടെ ആദിശ്രീ മാം ഉണ്ട്. അതേപോലെ തന്നെ ജാസ്മിൻ മാം നമ്മുടെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദിശ്രീ മാമും നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ അവരെയും കൂടെ സെഷനിൽ വെൽക്കം ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ MSW ലേണേഴ്സിനെയും കൂടെ ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഒരു നോട്ട്ബുക്കും ഒരു പെന്നും ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും സിലബസ് ഡീകോഡിംഗിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. നിങ്ങളുടെ കോഴ്സിന്റെ പേരെന്ന് പറഞ്ഞെങ്കിൽ, പ്രോഗ്രാമിന്റെ പേരെന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ആണ്. അതിലെ പ്രോഗ്രാം കോഡ് വരുന്നത് MSW. ഓക്കെ, പ്രോഗ്രാമിന്റെ ടൈറ്റിൽ നെയിം ആണ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. പ്രോഗ്രാമിന്റെ കോഡാണ് MSW എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ അണ്ടറിൽ MSW എടുക്കുകയാണെന്നുണ്ടെങ്കിൽ MSWയുടെ അണ്ടറിൽ പല പല സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. നമ്മളിവിടെ ഇഗ്നോയില് സബ്ജക്റ്റിനെ, അതായത് ഇപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാം എടുത്താൽ, ഇപ്പൊ MSW എന്ന് പറയുന്ന പ്രോഗ്രാം എടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് ആണുള്ളത് അല്ലെ. അപ്പൊ 5 സബ്ജക്റ്റ് എന്നല്ല നമ്മളിവിടെ പറയാ, 5 കോഴ്സ് എന്നാണ് നമ്മളിവിടെ പറയാ. ആ കോഴ്സിന്റെ ഓരോ കോഴ്സിന്റെയും അണ്ടറിൽ ഡിഫറെന്റ് ബ്ലോക്കുകളും ഡിഫറെന്റ് യൂണിറ്റുകളും ആ ഓരോ കോഴ്സുകൾക്കും പല പല ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇവിടെ ഒരു സിലബസ് ഡീകോഡിംഗ് വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാക്ട് നിങ്ങളുടെ അക്കാഡമിക് എന്താണ്, ഇപ്പൊ ഓരോ കോഴ്സ് എടുത്താൽ അതിൽ എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്, അതേപോലെ ഫസ്റ്റ് ഇയറിൽ എത്ര സബ്ജക്റ്റുകൾ മെയിൻ ആയിട്ട് പഠിക്കാനുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട്, ദെൻ ഫീൽഡ് വർക്ക്, അസൈൻമെന്റ്സ്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് മാപ്പിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ബ്ലോക്കുകള്, യൂണിറ്റുകള്, ഇലക്ടീവ്സ് ഉണ്ടെങ്കിൽ ഇലക്ടീവ്സ്, മെയിൻ കോർ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ്, അതിന്റെ പേരുകൾ എങ്ങനെയാണ് വരുന്നത്, അതേപോലെ പ്രാക്ടിക്കൽ ഫീൽഡ് വർക്ക്, പ്ലേസ്മെന്റ്സ്, നോളജ്, ഇതൊക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷനാണ് ഈ പറയുന്ന സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വി ഡിസ്കസ് നമ്മളുടെ ലേൺ വൈസ് എന്തൊക്കെ തരത്തിലുള്ള റിസോഴ്സുകൾ നമ്മൾ അലൈൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ എന്താ പറയാ ബ്ലോക്സും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും അനുസരിച്ചിട്ട് നമ്മൾ അക്കാഡമിക് സപ്പോർട്ട് ടൂൾസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ മെറ്റീരിയൽസ് എങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള റിസോഴ്സ് അലൈനും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇഗ്നോന്റെ ഒരു സ്ട്രക്ചർ, സിലബസ് സ്ട്രക്ചർ, കോഴ്സ്, ടെർമിനോളജി, ഹൈറാർക്കി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിന്റെ ഒരു ഓവർവ്യൂ, അതായത് ക്രെഡിറ്റ് എങ്ങനെയാണ് വരുന്നത്, കോഴ്സ് എങ്ങനെയാണ് വരുന്നത്, ഇലക്ടീവ്സ്, മെയിൻ പേപ്പേഴ്സ്, ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് MSW ഫസ്റ്റ് ഇയർ കോഴ്സ്. ഓക്കെ, MSW ഫസ്റ്റ് ഇയറിന്റെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളുടെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസോഴ്സ് ആൻഡ് സപ്പോർട്ട് മാപ്പിംഗ്. ഓക്കെ, നമ്മൾക്ക് ഉള്ള സിലബസിനെ, നമ്മളുടെ കയ്യിലുള്ള സിലബസും അതേപോലെ തന്നെ നമ്മൾക്ക് എന്തൊക്കെ സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പം അതിനെ നമ്മൾ കണക്ട് ചെയ്ത് എങ്ങനെയൊക്കെ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ഹൗ ദ ഇഗ്നോ ലേണിംഗ് സ്ട്രക്ചർ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ ഒരു ഹോൾ പ്രോഗ്രാമിന്റെ പേരാണ് MSW എന്ന് പറയുന്നത്, മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അത് ഇയർ വൈസ് ആണ് നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം വരുന്നത്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ആണ്. ഒരു ഇയർ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരിക. ആൻഡ് നെക്സ്റ്റ് ഇയർ അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിന്റെ എക്സാം ആ ഒരു ഇയറിന്റെ എൻഡിലായിരിക്കും. ഓക്കെ, സെമസ്റ്റർ വൈസ് 6 മാസം കൂടുമ്പോൾ അല്ല നിങ്ങൾക്ക് എക്സാം, ഇയർ വൈസ് ആണ്. ഒരു വർഷം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാംസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇനി ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ പല പല സബ്ജക്റ്റുകൾ വരും. ഇപ്പോ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ അണ്ടറിൽ 5 കോഴ്സ് അല്ലെങ്കിൽ 5 സബ്ജക്റ്റ് ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ MSW001 എന്ന് പറയുന്നത് ഒരു കോഴ്സ് ആണ്. ഓക്കെ, ഇനിയിപ്പോ ഒരു MSW001 എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്താൽ അതിന്റെ അണ്ടറിൽ പല പല ബ്ലോക്കുകളുണ്ട്. പല പല ബ്ലോക്കുകളായിട്ടും പല പല യൂണിറ്റുകളായിട്ടായിരിക്കും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം MSW1 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. അപ്പം
അതിന്റെ അണ്ടറിൽ വരുന്നത് 3 ബ്ലോക്കാണ്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കില് ഇപ്പൊ ഒറിജിൻ ഓഫ് സോഷ്യൽ വർക്കിന്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഹെഡിങ് അതായിരിക്കും. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള 4 യൂണിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ അങ്ങനെയാണ് ബ്ലോക്കും യൂണിറ്റും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ്സിലെ ബ്ലോക്കുകൾ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അതിന് അണ്ടറിൽ എങ്ങനെ യൂണിറ്റ് വരുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇങ്ങനെയാണ് നമുക്ക് MSW 001 എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ ഒരു പ്രോഗ്രാമിന്റെ കോഡാണ്, പേപ്പർ കോഡാണ്. അതിന്റെ പേപ്പർ ടൈറ്റിൽ ആണ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. MSW 001 എന്നാണ് നിങ്ങൾ ടൈറ്റിൽ കോഡായിട്ട് അത് പറയുമ്പോൾ ആ ഒരു പ്രോഗ്രാം കോഡ് പറയേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് പ്രോഗ്രാം കോഡ് അല്ല, കോഴ്സ് കോഡ് പറയേണ്ടത്. പക്ഷെ കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നതാണ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് വേറൊരു തരത്തിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഐഡന്റിഫയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇലക്ടീവുകൾ ഉണ്ട്. ഇപ്പോ ഫസ്റ്റ് ഇയറിൽ വരുവാണെന്നുണ്ടെങ്കിൽ 5 സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ 3 മെയിൻ പേപ്പർ, അതായത് ഇഗ്നോ നിങ്ങളോട് പറയാണ് മസ്റ്റ് ആയിട്ട് ഈ പേപ്പേഴ്സ് പഠിക്കേണ്ട പേപ്പേഴ്സ് ആണ്. 5 3 പഠിക്കണം. പക്ഷെ ബാക്കി 2 പേപ്പേഴ്സ് ഉണ്ടല്ലോ, ആ ബാക്കി 2 പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇഗ്നോ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരും. ഔട്ട് ഓഫ് ഇപ്പൊ ഒരു 5 സബ്ജക്റ്റിൽ നിങ്ങൾ എത്ര ചൂസ് ചെയ്യണം? 2 ചൂസ് ചെയ്യണം. അങ്ങനെയായിരിക്കും ഇലക്ടീവ്സ് വരുന്നത്. അപ്പം ഏതൊരു ഇലക്ടീവ് എടുത്താലും ഇലക്ടീവിനെ ഒന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ MSWE എന്നായിരിക്കും ആ ഒരു കോഴ്സിന്റെ ആ ഒരു ഫസ്റ്റ് എന്താ പറയാ ടേം വരുന്നത്, MSWE. അത് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ബാക്കി പേപ്പർ കോഡ് വരുന്നത്. ഇനിയിപ്പം നമ്മൾ MSWന്റെ ലാബ് അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ MSWL എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ പേപ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ MSW എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ തംസപ്പ് വരണേ. അതായത് 5 പേപ്പേഴ്സ് ഉണ്ട് മൊത്തത്തില്. അതിൽ 3 പേപ്പർ മെയിൻ പേപ്പർ ആണ്. അങ്ങനെ വരുന്ന മെയിൻ പേപ്പറുകൾക്കെല്ലാം MSW എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിന്റെ എന്താ പറയാ പേപ്പർ കോഡ് അല്ലെങ്കിൽ കോഴ്സ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഇലക്ടീവ്സ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് MSWE എന്ന് പറഞ്ഞിട്ടായിരിക്കും. ദെൻ ലാബ് ഉണ്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ MSWL എന്നായിരിക്കും അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഇനിയിപ്പം ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് സ്ട്രക്ചർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾക്ക് ഓരോ കോഴ്സ് എടുത്താലും അതിലിപ്പം ഇപ്പൊ ഒരു സബ്ജക്ട് MSW1 എടുത്താൽ അതിൽ 3 ബ്ലോക്ക് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം ആ ഒരു ബ്ലോക്കിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കാണും. ആ ടൈറ്റിലിന്റെ ഉള്ളിൽ വരുന്ന എന്താ പറയാ ടോപ്പിക്കുകളായിരിക്കും പല പല യൂണിറ്റുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. MSW 001 എടുത്താൽ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ MSW 002 എടുത്താല് സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് MSW 002. അപ്പൊ MSW 002 4 ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് ഫസ്റ്റ് ബ്ലോക്ക് എടുത്താൽ ഇപ്പൊ ഇന്ത്യൻ സോഷ്യൽ വർക്ക് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണെങ്കിൽ അതായിരിക്കും ബ്ലോക്കിന്റെ ടൈറ്റിൽ നെയിം വരുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകളായിരിക്കും അതിന്റെ താഴെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. യൂണിറ്റ് 1 ഒരു ടോപ്പിക് കവർ ചെയ്യുന്നു, യൂണിറ്റ് 2 മറ്റൊരു ടോപ്പിക്, യൂണിറ്റ് 3 വേറൊരു ടോപ്പിക്. ഇപ്പം ഈ ടോപ്പിക്കുകളെല്ലാം ആ ഒരു ബ്ലോക്കിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്. മനസ്സിലായോ? ആ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമുക്ക് സ്ലൈഡ്സിൽ ഓരോ സബ്ജക്റ്റുകളുടെ ബ്ലോക്കും യൂണിറ്റും സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവുന്നത്. ഓക്കെ, ഓൾറെഡി ഇപ്പൊ ക്ലാസ്സുകളൊക്കെ കാണാൻ തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് ഡീകോഡിംഗ് ടെർമിനോളജി നോക്കാം. തിയറി കോഴ്സ് വരുന്നുണ്ട്. അക്കാഡമിക് ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തിയറി നോളജ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടേമിന്റെ എക്സാമിനേഷൻ വഴിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ടുള്ള അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളിപ്പം MSW സ്റ്റാർട്ട് ചെയ്തു, ജനുവരി 2026 ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ എക്സാം വരുന്നത് ഡിസംബർ 2026 അപ്പം ആ ഒരു ടൈമിൽ അപ്പൊ അങ്ങനത്തെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് വഴിയാണ് നിങ്ങൾ ഇത്രയും നാൾ എന്ത് പഠിച്ചു എന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതൊരു കാര്യം. മറ്റൊരു കാര്യം അസൈൻമെന്റ്സ് ആണ്. നമ്മളുടെ എക്സാമിന് മുന്നേ ആയിട്ട്, അതായത് ഒരു സെപ്റ്റംബർ മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി റിലീസ് ചെയ്യും. അപ്പോൾ ആ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻമെന്റ്സ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട്
നമ്മളുടെ സ്റ്റഡി സെന്റർ ഒരു ഡെഡ് ലൈൻ പറയും, അല്ലെങ്കിൽ ഇഗ്നോ ഒരു ഡെഡ് ലൈൻ ജനറൽ ആയിട്ട് പറയും. പിന്നെ ഓരോ സ്റ്റഡി സെന്റേഴ്സിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലാസ്റ്റ് ഡേറ്റ് അസൈൻമെന്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ഡെഡ് ലൈൻ പറയുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെന്റ്സും കൊണ്ട് വെക്കണം. അസൈൻമെന്റിന് മാർക്ക് ഉണ്ട്, ടേമിന്റെ എക്സാമിനേഷന് മാർക്ക് ഉണ്ട്. രണ്ടും നിങ്ങളുടെ എന്താ പറയാ അക്കാഡമിക് നോളജ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് തിയറി ആയിട്ട് വരുന്നത്. പിന്നെ പ്രാക്ടിക്കം ഉണ്ട്, ഫീൽഡ് വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് 2 ഫീൽഡ് വർക്ക് ആയിരിക്കും. ഒരെണ്ണം എന്ന് പറയുന്നത് കൺകറന്റ് ഫീൽഡ് വർക്ക് ആണ് 45 ഡേയ്സിന്റെ. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് 30 ഡേയ്സിന്റെ ബ്ലോക്ക് പ്ലേസ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും എന്താണ് പ്രാക്ടിക്കൽസിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് ക്രെഡിറ്റ് ആണ്. അപ്പൊ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 മണിക്കൂറാണ് അതിന്റെ സ്റ്റഡി ടൈം വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ MSW001 എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് 4 ആണെന്നുണ്ടെങ്കിൽ 4 × 30 എത്രയാണ്, 120 മണിക്കൂർ അല്ലെ. ആ 120 മണിക്കൂർ കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് പഠിച്ചു തീർക്കേണ്ടത്. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്ര സബ്ജക്ട്, ഇപ്പം ഒരു സബ്ജക്ട് പഠിക്കാൻ കുറച്ച് ടൈം കൂടുതലാണ്, അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് കൂടുതലാണെങ്കിലും അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, അതിൽ കുറച്ചുകൂടെ പോർഷൻസ് പഠിക്കാനുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എപ്പോഴും നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതലും ക്രെഡിറ്റ് വരുന്നത് പ്രാക്ടിക്കലിനായിരിക്കും. ഏറ്റവും കൂടുതലും ക്രെഡിറ്റ് വരുന്നത് മോസ്റ്റ്ലി 10 ക്രെഡിറ്റ്സ് ഒക്കെ ആയിരിക്കും പ്രാക്ടിക്കലിന് വരുന്നത്. അതായത് ഇപ്പൊ 10 × 30 നമ്മൾ നോക്കിയാൽ 300 അവേഴ്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടി സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് എന്ന് നമ്മൾ അത് മനസ്സിൽ വിചാരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇലക്ടീവ്സ് വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞായിരുന്നു. 3 മെയിൻ പേപ്പർ ആണ്. 5 3 മെയിൻ പേപ്പറും 2 ഇലക്ടീവ്. ആ ഇലക്ടീവ് എന്ന് പറയുമ്പോൾ ഇഗ്നോ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് തരും. അതിൽ നിന്നാണ് നിങ്ങൾ 2 ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം. ഇലക്ടീവ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ക്വിക്ലി ഒന്നുകൂടെ പറയുകയാണ്. പ്രോഗ്രാം MSW ആണ് ഇവിടെ വരുന്നത്. കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 തിയറി പേപ്പറുകളാണ്. അതുപോലെ ഇലക്ടീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 ചൂസ് ചെയ്യേണ്ടത്. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ്, അതും 2 അപ്പൊ ഇതാണ് ഒരു പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ഒരു ഉള്ളടക്കം. മെയിൻ ആയിട്ടുള്ള ഒരു സ്നാപ്ഷോട്ട് ആണ് പ്രോഗ്രാം MSW. കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട കോഴ്സ് 3. ഇലക്ടീവ് എന്ന് പറയുമ്പോഴത്തേക്കും 2 അതേപോലെ തന്നെ പ്രാക്ടിക്കം എന്ന് പറയുമ്പോഴത്തേക്കും അതും എന്താണ്, 2 ഒരെണ്ണം കൺകറന്റ് ഫീൽഡ് വർക്ക് 45 ഡേയ്സിന്റെ, മറ്റൊരെണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും 30 ഡേയ്സിന്റെ ബ്ലോക്ക് പ്ലേസ്മെന്റ്. അപ്പോൾ ഫീൽഡ് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ മെയിൻ ആയിട്ടും തിയറിയും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് നമ്മൾ പഠിച്ച തിയറിനെ പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽഡ് എക്സ്പോഷറും കൂടെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഓരോ പേപ്പർ കോഡുകളും അതിന്റെ ടൈറ്റിലും അത് നമുക്ക് ലേൺ വൈസിൽ എത്രത്തോളം അവൈലബിൾ ആണ്, അതിന്റെ ഓരോന്നിന്റെ ക്രെഡിറ്റ് എത്രത്തോളമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് സബ്ജക്ട് എടുത്താൽ MSW001 ആണ്. അത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്നാണ് അതിനെ പറയാം. ആൻഡ് അതിന് നമുക്ക് തിയറി ഫുള്ളി അവൈലബിൾ ആണ്. അവൈലബിലിറ്റി നോക്കിയാൽ ഫുള്ളി അവൈലബിൾ ആണ്. അതിന്റെ അവൈലബിലിറ്റി നമ്മുടെ ആപ്പിൽ അതിന്റെ പ്രീ റെക്കോർഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. അസൈൻമെന്റ് സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് നോട്ട്സുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഫുള്ളി അവൈലബിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ലൈവ് സെഷൻസും എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. സോ 120 മണിക്കൂർ കൊണ്ടിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് MSW002 എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ആണ്. അത് നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ് ആണ്. ദെൻ MSW005 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ തിയറി പേപ്പർ ഫുള്ളി അവൈലബിൾ ആണ്, 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. MSW003 ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് തിയറി പേപ്പർ ഫുള്ളി അവൈലബിൾ ആണ്, 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. ദെൻ MSW004 വരുന്നുണ്ട്, സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്നാണ് അതിന്റെ പേപ്പറിന്റെ ടൈറ്റിൽ വരുന്നത്. തിയറി ആണ്, ഫുള്ളി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ സപ്പോർട്ടും. ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. ഇനി MSW006 എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് റിസർച്ച് തിയറി പേപ്പർ ആണ്. മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. വീഡിയോ ക്ലാസ്സോ ലൈവ് സെഷൻസോ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അതിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. ദെൻ MSWE010 സോഷ്യൽ വർക്ക് ഇൻ ആഫ്രിക്കൻ കോണ്ടെക്സ്റ്റ് ആണ്. തിയറി ആണ്, മെറ്റീരിയൽസ് ഉള്ളിയാണ്, 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. ദെൻ MSW032 സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് തിയറി മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ, നമുക്ക് 4 ക്രെഡിറ്റ് ആണ്. ഈ ബാക്കി 2 വരുന്നത് ലാബ് ആണ്, പ്രാക്ടിക്കൽ ആണ്. അതിൽ MSWL13 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം, അതായത് 45 ഡേയ്സിന്റെ കൺകറന്റ് ഫീൽഡ് വർക്ക് ആണ്. അത് നമുക്ക് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ, കാരണം ലാബ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി ചെയ്യേണ്ട കാര്യമാണ്. അത് 8 ആണ് ക്രെഡിറ്റ് വരുന്നത്. ആൻഡ് MSWL14 ബ്ലോക്ക് പ്ലേസ്മെന്റ് 30 ദിവസത്തെ ബ്ലോക്ക് പ്ലേസ്മെന്റ് മെറ്റീരിയൽസ് മാത്രമാണുള്ളത്. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 8 ആണ്.
അപ്പൊ അത്രയാണ് സബ്ജക്ട് വരുന്നത്. ആ സബ്ജക്റ്റിന്റെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോ നോക്കാനാണെന്നുണ്ടെങ്കിൽ MSW 001 002 005 ആണ് നിങ്ങൾക്കുള്ളത് പഠിക്കാനുള്ള കമ്പൽസറി തിയറി, കമ്പൽസറി പേപ്പർ അല്ലെങ്കിൽ മെയിൻ പേപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 5 എണ്ണത്തിൽ 3 മെയിൻ ആയിട്ടും പഠിക്കേണ്ടതാണ്. അപ്പൊ ആ മെയിൻ പേപ്പറുകളുടെ ഹെഡിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. MSW 001, MSW 002, MSW 005. അത് 3 തിയറി പേപ്പർ പ്ലസ് 2 ഇലക്ടീവ്സ്. അപ്പൊ അത് 2 വരുന്നുണ്ട്. അങ്ങനെ മൊത്തം നിങ്ങൾക്ക് 5 തിയറി പേപ്പർ ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഇയറിൽ. അപ്പൊ നിങ്ങൾക്ക് ഇലക്ടീവ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഇലക്ടീവ്സ് ആണ് MSW 003യും MSW 004. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് 5 തിയറി പേപ്പേഴ്സ് വരുന്നത്. 3 മെയിൻ പേപ്പറും 2 ഇലക്ടീവ് ആണ് തിയറി വരുന്നത്. അങ്ങനെ 3, 2, 5 തന്നെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തിയറി പഠിച്ച് എഴുതാൻ വേണ്ടിയിട്ട്, എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ബാക്കി 2 അപ്ലൈഡ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ആണ്. നേരത്തെ പറഞ്ഞായിരുന്നു MSWL 30 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ, MSWL 40 ബ്ലോക്ക് പ്ലേസ്മെന്റ്. 2 ഫീൽഡ് വർക്ക് ആണ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റും ആണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ ഒരു വർക്ക് ലോഡിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ തിയറി മൊത്തം എടുത്താല് 5 പേപ്പർ ഉണ്ട്. ഓരോന്നിനും 4 ക്രെഡിറ്റ് വെച്ചിട്ട് 4 × 5 20 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് മൊത്തത്തിൽ വരുന്നതെന്ന് പറഞ്ഞാല്. ആൻഡ് ഫീൽഡ് വർക്ക് പ്രാക്ടിക്കം എടുത്താൽ 2നും കൂടെ 8 8 16 ക്രെഡിറ്റ് ആണ് വരുന്നത്. 55%ഉം 45%ഉം ആണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നത് വരുന്ന കാര്യം. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ക്രെഡിറ്റ് അവേഴ്സ് കൂടുതലുള്ളത് നമ്മുടെ മൊത്തത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്തിനാണ്, തിയറിക്കാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് 45% ആണ് നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് പ്രാക്ടിക്കത്തിന്റെ ക്രെഡിറ്റ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തിയറിക്ക് 20 ക്രെഡിറ്റ് ആണ്. അതേപോലെ തന്നെ ഫീൽഡ് വർക്ക് പ്രാക്ടിക്കത്തിന് 16 ക്രെഡിറ്റ് ആണ്. നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് സബ്ജക്ട് ഫസ്റ്റ് ഇയറിലെ സിലബസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. ആ 5 സബ്ജക്റ്റില് 3 നിങ്ങളുടെ മെയിൻ പേപ്പർ. ഓക്കെ, നിങ്ങൾക്ക് 5 നിങ്ങൾ പഠിച്ച് എക്സാം എഴുതണം. അതിൽ 3 ഇഗ്നോ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു തരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് അത് പഠിക്കേണ്ട, അത് മാറ്റി വെക്കുക അങ്ങനൊന്നുമില്ല. 3 പഠിക്കണം. 5 പഠിക്കണം. അതിൽ 3 അവർ തരുന്ന പേപ്പർ ടൈറ്റിലാണ്, അത് പഠിക്കണം. ആൻഡ് ബാക്കി 2 എന്ന് പറയുമ്പോൾ ഇഗ്നോ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് 2 ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞാൽ നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന സബ്ജക്റ്റിന്റെ പേരാണ് MSW 003യും MSW 004ഉം. അപ്പൊ ഇത്രയും ഈ പറയുന്ന MSW 001, MSW 002, MSW 003, MSW 004, MSW 005. അപ്പൊ ഇത്രയും സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബാക്കി 2 പ്രാക്ടിക്കൽസ് ആണ്. MSWL 13ഉം MSWL 14ഉം. നമുക്ക് MSW 001ന്റെ കോഴ്സ് പ്രൊഫൈൽ ജസ്റ്റ് നമുക്ക് നോക്കാം. 4 ക്രെഡിറ്റ് ആണ്. നമുക്ക് ഇതിലുള്ള ബ്ലോക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 കമ്പൽസറി തിയറി ആണ്. ടോട്ടൽ യൂണിറ്റുകൾ വരുന്നത് 13 13 യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് മാപ്പ് നോക്കാം. ഈ ഒരു സബ്ജക്റ്റിന്റെ അണ്ടറിൽ 3 ബ്ലോക്ക് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 1 എന്ന് പറഞ്ഞാല് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. ആൻഡ് ഇതിൽ വരുന്നത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക്, ഗ്ലോബൽ സിനാരിയോ വരുന്നുണ്ട് ഒരു യൂണിറ്റ്. ദെൻ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ വരുന്നുണ്ട്. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ റെട്രോസ്പെക്ട് ആൻഡ് പ്രോസ്പെക്ട് വരുന്നുണ്ട്. ഒറിജിൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ത്രൂ ODL വരുന്നുണ്ട്. ദെൻ വാല്യൂസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് എത്തിക്സ് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് വരുന്നുണ്ട്. അതാണ് ബ്ലോക്ക് 1 വരുന്നത്. ബ്ലോക്ക് 2 സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ് ആൻഡ് പ്രൈമറി മെത്തേഡ്സ് ആണ്. അതിൽ കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റ് സോഷ്യൽ കേസ് വർക്ക് ആണ്. തേർഡ് യൂണിറ്റ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. ഫോർത്ത് യൂണിറ്റ് കമ്മ്യൂണിറ്റി വർക്ക് ഇൻ സോഷ്യൽ വർക്ക്. ബ്ലോക്ക് 3 വരുമ്പോൾ സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് സോഷ്യൽ ആക്ഷൻ, സെക്കൻഡ് യൂണിറ്റ് സോഷ്യൽ വർക്ക് റിസർച്ച്, തേർഡ് യൂണിറ്റ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, ദെൻ ലാസ്റ്റ് യൂണിറ്റ് ജനറലിസ്റ്റ് പ്രാക്ടീസ്. അപ്പൊ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സ് പഠിക്കുന്നുണ്ട് ഈ ഒരു സബ്ജക്റ്റില്. അതേപോലെ തന്നെ സോഷ്യൽ വർക്കിന്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷൻ എങ്ങനെ റൈസ് ചെയ്ത് വന്നു, അതിന്റെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, ഗ്രോത്ത് ഒക്കെ എങ്ങനെയായിരുന്നു, ബോത്ത് ഡിസ്റ്റന്റ് ആൻഡ് റെഗുലർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് കോഴ്സ് പ്രൊഫൈൽ MSW 002 കമ്പൽസറി തിയറി ആണ്. അതിൽ 4 ക്രെഡിറ്റ് ആണ്. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്നാണ് ആ ഒരു പേപ്പറിന്റെ ടൈറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ കോഴ്സ് ടൈറ്റിൽ വരുന്നത്. കോഡാണ് MSW 2 എന്ന് പറയുന്നത്.
4 ബ്ലോക്ക് ആണ്. ടോട്ടൽ യൂണിറ്റ് വരുന്നത് 18 ആണ്. 18 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ഇന്ത്യ. അതിൽ യൂണിറ്റ് 1 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്. ദെൻ യൂണിറ്റ് 2 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ്സ്. അടുത്തത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇനിഷ്യേറ്റീവ്സ് ത്രൂ സോഷ്യൽ മൂവ്മെന്റ്സ്. ലാസ്റ്റ് യൂണിറ്റ് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ് ബൈ NGOs. ഓരോ തരത്തിൽ ഓരോ ഇപ്പൊ സ്റ്റേറ്റ് വൈസ് എടുത്താൽ അല്ലെങ്കിൽ ആളുകളുടെ വൈസ് എടുത്താൽ അല്ലെങ്കിൽ പല പല മൂവ്മെന്റ്സ് വൈസ് ഒക്കെ എടുത്താൽ എങ്ങനെയായിരുന്നു സോഷ്യൽ വർക്ക് ഒറിജിൻ ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നാണ് അവിടെ പഠിക്കുന്നത്. അടുത്തത് പല പല റിലീജിയനും സോഷ്യൽ വർക്കുമായിട്ടുള്ള ഒരു സിമിലാരിറ്റിയും ഡിഫറൻസും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് 2 അവിടെ ഹിന്ദുയിസം ആൻഡ് സോഷ്യൽ വർക്ക്, ഇസ്ലാം ആൻഡ് സോഷ്യൽ വർക്ക്, സിഖിസം ആൻഡ് സോഷ്യൽ വർക്ക്, ജൈനിസം ആൻഡ് സോഷ്യൽ വർക്ക്, ബുദ്ധിസം ആൻഡ് സോഷ്യൽ വർക്ക്. അപ്പം ഇത്രയും റിലീജിയനും സോഷ്യൽ വർക്കും തമ്മിലുള്ള സിമിലാരിറ്റീസ്, അതിന്റെ ഒറിജിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. ബ്ലോക്ക് 3 വരുമ്പോൾ ഗാന്ധിയുടെ കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു സോഷ്യൽ വർക്കിൽ, അതാണ് പഠിക്കുന്നത്. സൊസൈറ്റി, ഗാന്ധിസ് ചാർട്ടർ ഓഫ് സോഷ്യൽ റീകൺസ്ട്രക്ഷൻ, അതായത് ഗാന്ധിയുടെ പെർസെപ്ഷൻ ഒരു ഐഡിയൽ സൊസൈറ്റി ഇങ്ങനെ ആയിരിക്കണം, അതിന് കുറെ പോയിന്റ്സ് പഠിക്കുന്നുണ്ട്. അതേപോലെ ഗാന്ധി ഇടയ്ക്ക് സോഷ്യലി എക്സിസ്റ്റഡ് ആയിട്ട് നിന്ന കുറെ ഈവിൽസ് കാര്യങ്ങള്, ഇപ്പൊ സതി പോലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പോലുള്ള കുറെ കാര്യങ്ങളെ മാറ്റി അവിടെ ഒരു സോഷ്യലി നമ്മുടെ സൊസൈറ്റിയിൽ റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, ഗാന്ധിയൻ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സും ടെക്നിക്സും, ഗാന്ധിയൻ സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, അതേപോലെ തന്നെ ആഫ്റ്റർ ഗാന്ധിസ് പീരീഡ്, അതായത് സോഷ്യൽ വർക്കിൻ പോസ്റ്റ് ഗാന്ധിയൻ എറയും കൂടെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ബ്ലോക്ക് 4 ആണ്, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണ്. അവിടെ ഗ്രോത്ത് ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, സോഷ്യൽ വർക്കിന്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഒരു ഗ്രോത്ത്, ഒറിജിൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോഷ്യൽ വർക്ക് ലിറ്ററേച്ചറിലെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് നാഷണൽ ഡെവലപ്മെന്റിൽ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, പല പല പോളിസി മേക്കിംഗ്, നാഷണൽ പോളിസി മേക്കിംഗ് ലെവലിലൊക്കെ സോഷ്യൽ വർക്കേഴ്സ് ഇൻവോൾവ് ആണ്. അപ്പൊ അതിന്റെ പ്രോസസ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, ആ ഒരു പ്രോസസ് എങ്ങനെയാണ് പോകുന്നത്, അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ കരിയർ പ്രോസ്പെക്ട്സ്, ഓക്കെ, ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ സൂക്ഷിക്കണം, അതേപോലെ റെസ്യൂമി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സാലറി, ജോബ് സ്കോപ്പ്, സെറ്റിംഗ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കരിയർ പ്രോസ്പെക്ട്സ് ആണ് നമ്മൾ ലാസ്റ്റ് യൂണിറ്റിൽ ആ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി MSW 003 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് എന്നാണ് അതിന്റെ പേര്. പേപ്പർ കോഡ് വരുന്നത് MSW 003 ആണ്. അപ്പം ഇത് ഇലക്റ്റീവ് ആണ്, മെയിൻ പേപ്പർ അല്ല, ഇലക്റ്റീവ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്, ബ്ലോക്ക് 4 ആണ്. ടോട്ടൽ യൂണിറ്റ് വരുന്നത് 18 ആണ് യൂണിറ്റ് വരുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. MSW 003 ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് മാപ്പ്. ബ്ലോക്ക് 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സൊസൈറ്റി. അതിലെ ഫസ്റ്റ് യൂണിറ്റ് സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു അതർ ഡിസിപ്ലിൻസ് ആണ്. സോഷ്യൽ വർക്ക് ബാക്കിയുള്ള ഡിസിപ്ലിൻസ് തമ്മിലുള്ള ഒരു റിലേഷൻ, ഓക്കെ, അങ്ങനെ കുറച്ച് റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. സൊസൈറ്റി ആൻഡ് കൾച്ചർ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ സൊസൈറ്റിയുടെ കോമ്പസിഷൻ, സ്ട്രാറ്റിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. സോഷ്യൽ ഗ്രൂപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡെഫിനിഷൻ, സ്കോപ്പും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതേപോലെ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫോക്കസ് ഫാക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1 അണ്ടറിലെ യൂണിറ്റുകളിൽ വരുന്നത്. ബ്ലോക്ക് 2 ബേസിക് ഓഫ് സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കേഴ്സ്, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുക അവിടെ. അതിൽ വരുന്നത് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് വരുന്നുണ്ട് യൂണിറ്റ് 1. ദെൻ കോൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. അടുത്തത് സോഷ്യൽ ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ, പിന്നീട് ഡിഫൻസ് മെക്കാനിസം ആൻഡ് സ്ട്രെസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് 2 വരുന്നത്. പിന്നെ ബ്ലോക്ക് 3 ഫാമിലി ആണ്, ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അതിൽ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത്, കോൺസെപ്റ്റ് ഓഫ് ഫാമിലി ആൻഡ് മാരേജ്, അണ്ടർസ്റ്റാൻഡിംഗ് മാൻ ആൻഡ് വുമൺ, ഫാമിലി ലൈഫ് സൈക്കിൾ, ഇത്രയും യൂണിറ്റുകളായിരിക്കും ആ ഒരു ബ്ലോക്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 ഇന്ത്യൻ ഫാമിലീസ് ഇൻ ട്രാൻസിഷൻ ആണ്. അതിൽ ഫാമിലി ആൻഡ് മാരേജ് ഇൻ ദ ചേഞ്ചിങ് സൊസൈറ്റി, സോഷ്യൽ വർക്ക് വിത്ത് ഫാമിലീസ്, കോൺടെമ്പററി പ്രോബ്ലംസ് ഇൻ ഫാമിലി സിസ്റ്റം, പേരന്റിംഗ്, അഡോളസൻസ് ആൻഡ് യങ്സ്റ്റേഴ്സ്, ഇത്രയുമാണ് ബ്ലോക്ക് 4 പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്ത ഇലക്റ്റീവ് നമ്മൾ എടുത്താൽ സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. കോഡ് വരുന്നത് MSW 004 ആണ്. ക്രെഡിറ്റ് 4, ബ്ലോക്ക് 4. ടോട്ടൽ യൂണിറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 18 ആണ് വരുന്നത്. അപ്പൊ അതിൽ 4 ബ്ലോക്കുകൾ ഉണ്ട്, നേരത്തെ പറഞ്ഞു 18 യൂണിറ്റുകളാണ് 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ബ്ലോക്ക് 1 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് ചേഞ്ച് ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് മൈഗ്രേഷൻ, സെക്കൻഡ് വൺ റൂറൽ ആൻഡ് urban കോർഡിനം ആൻഡ് അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ചേഞ്ചിങ് ഒക്കുപേഷണൽ സ്ട്രക്ചർ ആൻഡ് ലിബറലൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്.
പിന്നെ ബ്ലോക്ക് 2 കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ, ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെന്റ്, പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അങ്ങനെ പല തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ, അതിന്റെ കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, ഇതൊക്കെയാണ് ബ്ലോക്ക് 2 ഡീൽ ചെയ്യുന്നത്. ബ്ലോക്ക് 3 വരുമ്പോൾ ഹ്യൂമൻ റൈറ്റ് പെർസ്പെക്റ്റീവിന്റെ ഡെവലപ്മെന്റ് ആണ്. അതിൽ സോഷ്യൽ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു. വെൽഫെയർ, എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെന്റ്, ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, അത്രയുമാണ് ബ്ലോക്ക് 3 വരുന്നത്. ബ്ലോക്ക് 4 സോഷ്യൽ ലെജിസ്ലേഷൻസ് എടുക്കുമ്പോൾ ലീഗൽ പ്രൊവിഷൻ ഫോർ വുമൻ ഡിസബിലിറ്റി, ലീഗൽ പ്രൊവിഷൻ ഫോർ ചിൽഡ്രൻ, ലീഗൽ എയ്ഡ്, സോഷ്യൽ അഡ്വക്കസി ആൻഡ് റോൾ ഓഫ് സോഷ്യൽ വർക്ക്. അപ്പം ആ ഒരു ലാസ്റ്റ് ബ്ലോക്കിൽ കുറച്ച് ലോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിമണിന് വേണ്ടിയിട്ട്, അതുപോലെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകള്, ചിൽഡ്രന് വേണ്ടിയിട്ടൊക്കെയുള്ള ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, കുറച്ച് ലോയും കാര്യങ്ങളും അങ്ങനെ ആർട്ടിക്കിൾസും കാര്യങ്ങളും ആക്ടുകളൊക്കെ ആയിരിക്കും ആ ഒരു ബ്ലോക്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്തത് MSW005 ആണ്, സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ ആണ്. അതിന്റെ കോഡ് വരുന്നത് പേപ്പർ ടൈറ്റിൽ വരുന്നത് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ, കോഡ് വരുന്നത് MSW005 ആണ്. ക്രെഡിറ്റ് 4, ബ്ലോക്ക് 4 ആണ്. ടോട്ടൽ യൂണിറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പൊ അതില് നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് എടുത്താൽ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് ഓവർവ്യൂ, സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിന്റെ കോൺസെപ്റ്റ്, നേച്ചർ, സ്കോപ്പ്. അടുത്തത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആണ്, ഡെവലപ്മെന്റ് ഓഫ് ഫീൽഡ് എഡ്യൂക്കേഷൻ. അടുത്തത് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം, ഗ്ലോബൽ ആൻഡ് നാഷണൽ സിനാരിയോ. നെക്സ്റ്റ് വൺ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. ബ്ലോക്ക് 2 റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഇൻ പ്രാക്ടിക്കം വരുന്നത് ഓറിയന്റേഷൻ ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം, റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം, അതേപോലെ തന്നെ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് സോഷ്യൽ വർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രിൻസിപ്പിൾസ് ആൻഡ് സ്കിൽസ് ഫോർ സോഷ്യൽ വർക്ക് ആൻഡ് ഏജൻസി പ്രാക്ടീസ്, അത്രയും വരുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് 3 ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ എടുത്താൽ മോഡൽസ് ആൻഡ് മോഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് സൂപ്പർവിഷൻ, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എൻവയോൺമെന്റൽ ആസ്പെക്ട്, സപ്പോർട്ടീവ് ഫംഗ്ഷൻസ് ഇൻ സൂപ്പർവിഷൻ, ഫീൽഡ് പ്രാക്ടിക്കം സൂപ്പർവിഷൻ ഇൻ ഓഡിയൽ മോഡ്, അത്രയുമാണ്. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ വേരിയസ് സെറ്റിംഗ്സ് ആണ്. ഇൻഡിവിജ്വൽസ്, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി, മെഡിക്കൽ, സൈക്കാട്രി ആൻഡ് ചൈൽഡ് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, കറക്ഷണൽ സർവീസ്, കോർപ്പറേറ്റ് സെക്ടർ, ഡോണർ ഏജൻസീസ് ആൻഡ് NGOs. അപ്പം ഈ ഒരു പേപ്പർ മെയിൻ ആയിട്ട് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് ഒക്കെ, ബ്ലോക്ക് പ്ലേസ്മെന്റ് ഫീൽഡ് വർക്ക് ഒക്കെ പോയി ചെയ്യണം എന്നുള്ളത്. അപ്പം അതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന ഒരു ഗൈഡ് കൂടിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം ഈ ഒരു സബ്ജക്ട്. കാരണം നമുക്ക് ചെയ്യാനുള്ള ഫീൽഡ് വർക്ക് പ്രാക്ടിക്കലിന് ഒരു നോളജ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പേപ്പറിന്റെ പേര് ഫീൽഡ് സൂപ്പർവിഷൻ, എന്താ പറയാ, സോഷ്യൽ വർക്ക് സൂപ്പർവിഷൻ ആൻഡ് ഫീൽഡ്, സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്നാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ പേപ്പറിന്റെ ആ ഒരു ടൈറ്റിൽ കോഡ് തന്നെ വരുന്നത്, ടൈറ്റിലിന്റെ ഇത് വരുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ ഒരു സ്കോപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട്, നമ്മളൊരു പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വേണ്ട ഓറിയന്റേഷൻസ്, നമുക്ക് വേണ്ട റോൾസ് എങ്ങനെയാണ്, പല പല മോഡൽസ് എങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം, അതേപോലെ ഏതൊക്കെ സെറ്റിങ്ങുകളിൽ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് MSWL13 ഫീൽഡ് വർക്ക് പ്രാക്ടിക്കം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് കൺകറന്റ് വിസിറ്റ് ആണ്. 45 ഡേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് കൺകറന്റ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു 1 വീക്ക്, ഒരു 3 ഡേയ്സ് പോവാം, നെക്സ്റ്റ് 3 ഡേയ്സ് പോവാം. ഇനി വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവധി ദിവസങ്ങളൊക്കെ നോക്കി എന്ത് ചെയ്യാം, 45 ഡേയ്സ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ബിക്കോസ് കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഒരു ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാലും ഒരു 45 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഒരു 5-6 മാസം ഒക്കെ എടുത്തിട്ട് തീർക്കാൻ നോക്കല്ല, എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാവുന്ന അത്രയും വേഗം ഈ ഒരു 45 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഒരു ഫീൽഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് മറ്റൊരു ഫീൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ 45 ഡേയ്സ് ആദ്യം ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 30 ഡേയ്സിന്റെ ബ്ലോക്ക് പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റഡി സെന്ററിൽ ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെക്കും. നിങ്ങൾ ഏത് സ്റ്റഡി സെന്റർ ആണ് ചൂസ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡ് വർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റർ കാണും. അവർ പറയും എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ഒരു പീരീഡിൽ വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട്, നിങ്ങൾ എത്രയും വേഗം ഇത് ചെയ്ത് തീർത്ത് റിപ്പോർട്ട് വെക്കുന്നു അത്രയും വേഗം നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് അസൈൻമെന്റ് വെക്കുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് റിപ്പോർട്ടൊക്കെ എഴുതി വെക്കാം. ഇനിയിപ്പോ റിപ്പോർട്ട് എവിടെ എഴുതണ്ടേന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഗ്നോ ഒരു ടെക്സ്റ്റ് ബുക്ക് അയച്ചു തരും, 2 അയച്ചു തരും, ഫീൽഡ് വർക്ക് മാനുവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് 2 നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി പോയി ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കോർട്ടുകൾ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അങ്ങനെയുള്ള കോർട്ടുകൾ ചൂസ് ചെയ്യാം. ഹോസ്പിറ്റൽ, പല പല ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഗവൺമെന്റ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ളത്.
ആൻഡ് ഓൾസോ സൈക്കാട്രിക് മെന്റൽ ഹോസ്പിറ്റലുകൾ, ഓർഫനേജുകൾ, ഓൾഡ് ഏജ് ഹോം, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, അതേപോലെ തന്നെ ഡി അഡിക്ഷൻ സെന്റേഴ്സ്, സ്പെഷ്യൽ സ്കൂളുകൾ, കുടുംബശ്രീ, പഞ്ചായത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഇനിയിപ്പോ MSW L13 എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു 5 ഓറിയന്റേഷൻ വിസിറ്റും കൂടെ വരുന്നുണ്ട്. കൺകറന്റ് ഫീൽഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഏതെങ്കിലും 5 ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ റിപ്പോർട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഓറിയന്റേഷൻ വിസിറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൺകറന്റ് ഫീൽഡ് വർക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത സ്ഥാപനത്തിൽ നിന്നും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രൂഫായിട്ട് കളക്ട് ചെയ്യണം. മസ്റ്റ് ആയിട്ടും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ആൻഡ് നിങ്ങൾ ഈ പറയുന്ന കൺകറന്റ് ഫീൽഡ് വർക്ക് ചെയ്യുന്നു, ഇപ്പൊ ഒരു 10 ദിവസം ചെയ്യുന്നു, അതിനിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസർ ആയിട്ട് ഒരു മീറ്റിംഗ് നിങ്ങൾ കൂടണം. അവർ നിങ്ങളോട് പറയും ഇപ്പൊ വരണം എന്നുള്ളത്. ആ ഒരു സമയത്ത് അവിടെ പോയി മീറ്റിംഗ് കൂടിയിട്ട് അതിനെ ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഗ്രൂപ്പ് കോൺഫറൻസ് വരുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും എല്ലാവരും ഇൻഡിവിജ്വൽ കോൺഫറൻസ് ആണ് നടത്തുന്നത്. ഗ്രൂപ്പ് കോൺഫറൻസ് ചിലപ്പോൾ ഗ്രൂപ്പിലേക്ക് ഓൺലൈൻ ആയിരിക്കും നടത്താറ്. ഇൻഡിവിജ്വൽ കോൺഫറൻസ് ചിലപ്പോൾ ഓൺലൈൻ നടത്താൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഓരോ സ്റ്റഡി സെന്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ഈ പറയുന്ന കൺകറന്റ് ഫീൽഡ് വിസിറ്റിന്റെ ഇടയ്ക്ക് നിങ്ങൾ സ്റ്റഡി സെന്റേഴ്സ് ആയിട്ട് നടത്തുന്ന കോൺഫറൻസുകളെയാണ് ഇൻഡിവിജ്വൽ എന്നും ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മറ്റുള്ള സ്റ്റുഡൻസ് ആയിട്ടായിരിക്കും നിങ്ങൾ ഗ്രൂപ്പ് കോൺഫറൻസ് നടത്തുന്നത്. ആൻഡ് അതിന്റെ ബേസിസിൽ നിങ്ങൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതണം. ദെൻ ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളും സൂപ്പർവൈസറും മാത്രമായിരിക്കും. നിങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കിയ ആ ഒരു കോൺഫറൻസിൽ നിന്ന് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിപ്പോർട്ടാക്കി എഴുതുക. സോ നിങ്ങൾക്ക് ഇതിൽ ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസർ കാണും, ആളായിട്ട് ഒരു കണക്ഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പം ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് എപ്പോഴാണ് ഫീൽഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അപ്പം ഞാനല്ല ഒരിക്കലും പറയേണ്ടത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങളുടെ സൂപ്പർവൈസർ തന്നെയാണ്. ബിക്കോസ് അവരാണ് നിങ്ങൾക്ക് അപ്രൂവൽസും കാര്യങ്ങളൊക്കെ തരുന്നത്. നിങ്ങൾക്ക് അല്ലാണ്ട് ഇപ്പൊ പോകുന്നതിലോ റിപ്പോർട്ട് എഴുതുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ കൻ ക്ലിയർ. അതർവൈസ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നത് ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ തന്നെയായിരിക്കും. ആളായിട്ടൊരു കണക്ഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ളതാണ്. നെറ്റിൽ നിന്നോ ബുക്കിൽ നിന്നോ ഒന്നും കോപ്പി അടിക്കാൻ പാടില്ല. നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നിങ്ങളുടെ എക്സ്പീരിയൻസ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ യെസ്, അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്തത് MSW L13 ആണ്. അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 30 days ആണ്. സോറി, MSW L14 ആണ്. ഡ്യൂറേഷൻ വരുന്നത് 30 days ആണ്. 8 ക്രെഡിറ്റ് വരുന്നത്. സോ MSW L14 ചെയ്യാനുള്ളതിന്റെ ഒരു പ്രീ റിക്വസൈറ്റ് എന്ന് പറഞ്ഞാൽ MSW L13 കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, MSW L13 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ MSW L14 ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി സെന്റർ അലൗ ചെയ്യത്തുള്ളൂ. അപ്പം ആദ്യം കൺകറന്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബ്ലോക്ക് പ്ലേസ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞായിരുന്നു 30 ദിവസത്തെയാണ് ഇത് വരുന്നത്. കണ്ടിന്യൂസ് ആണ്. നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കൺകറന്റ് ഏതെങ്കിലും ഒരു സ്ഥാപനം ചൂസ് ചെയ്താൽ പിന്നെ നമ്മളുടെ ഈ വരുന്ന ബ്ലോക്ക് പ്ലേസ്മെന്റ് വേറൊരു സ്ഥാപനം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. പ്രാക്ടിക്കൽ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ, സോഷ്യൽ വർക്കിന്റെ കേസ് വർക്കോ ഗ്രൂപ്പ് വർക്കോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിയറി പേപ്പറിലും ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈമറി മെത്തേഡ്സും സെക്കൻഡറി മെത്തേഡ്സും ഒക്കെ. അപ്പൊ അത് പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ എക്സാമിന് വേണ്ടി മാർക്ക് കിട്ടാൻ പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സബ്ജക്ട് നോളജിന് വേണ്ടിയിട്ടും കൂടെ അങ്ങനെയും കൂടെ കൺസിഡർ ചെയ്യുക. അതായത് പ്രാക്ടിക്കലി പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നിങ്ങൾ ആ ഒരു തിയറി പേപ്പേഴ്സ് കൺസിഡർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജൻസിയുടെ ഹിസ്റ്ററി, പ്രൊഫൈല്, ഒബ്ജക്റ്റീവ്സ്, അതേപോലെ അവർ എന്ത് ചെയ്യുന്നു, എന്താണ് അവരുടെ നേച്ചർ ഓഫ് വർക്ക്, ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ എങ്ങനെയാണ്, അവർക്ക് ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയുണ്ട്, ആരാണ് അവരുടെ ബെനിഫിഷ്യറീസ്, അവർ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ വിമണിന് വേണ്ടിയിട്ടായിരിക്കും, കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്, അവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ടും നിങ്ങളുടെ റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ നിങ്ങൾക്ക് പാസ് മാർക്ക് വേണ്ടത് 50% ഇന്റേണലും 50% എക്സ്റ്റേണൽ മാർക്കുമാണ്. നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇനി ഫസ്റ്റ് ഇയറിലെ മെട്രിക്സ് സമ്മറൈസ് ചെയ്യുകയാണ്. MSW1 ഒറിജിനൽ ഡെവലപ്മെന്റ് 4 ക്രെഡിറ്റ് ആയിരുന്നു. തിയറി ആണ്. ബ്ലോക്ക് 3, യൂണിറ്റുകൾ 13. MSW002 ഇന്ത്യൻ പെർസ്പെക്റ്റീവ്
സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് 4 ക്രെഡിറ്റ്, തിയറി പേപ്പർ ആണ്, ബ്ലോക്ക് 4 ഉണ്ട്, യൂണിറ്റുകൾ 18. MSW003 എടുത്താൽ 4 ക്രെഡിറ്റ് ആയിരുന്നു, തിയറി പേപ്പർ ആണ്, 4 ബ്ലോക്ക് ഉണ്ട്, 18 യൂണിറ്റ് ഉണ്ട്. MSW004 എടുത്താലും 4 ക്രെഡിറ്റ് ആണ്, തിയറി പേപ്പർ ആണ്, 4 ബ്ലോക്സ് ആണ്, 18 യൂണിറ്റ് ആണ്. ഇനി MSW005 എടുത്താലും 4 ക്രെഡിറ്റ്, തിയറി ആണ്, 4 ബ്ലോക്ക് ആണ്, 17 യൂണിറ്റ് ആണ്. MSWL13 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എടുത്താൽ ക്രെഡിറ്റ് വരുന്നത് 8 ആണ്, തിയറി ടൈപ്പ് വരുന്നത് അപ്ലൈഡ് ആണ്, അതായത് പ്രാക്ടിക്കൽ ആണ്. ദെൻ MSWL14 ബ്ലോക്ക് പ്ലേസ്മെന്റ് വരുന്നത് എങ്ങനെയാണ്? ക്രെഡിറ്റ് വരുന്നത് 8 ആണ്, ടൈപ്പ് വരുന്നത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അപ്ലൈഡ് ആണ് നിങ്ങൾ ടൈപ്പ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ്, അതുപോലെ ഫീൽഡ് വർക്കിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്രോസ് കോഴ്സിന്റെ കോൺസെപ്റ്റ് ഫ്ലോ നോക്കിയാൽ MSW001 ഇപ്പൊ നമുക്ക് എടുത്താൽ അതൊരു ഫൗണ്ടേഷൻ പേപ്പർ ആണ്. അതേപോലെ MSW002വും MSW003 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പേപ്പർ ആണ്. മറ്റേത് ഒരു ബേസ് അല്ലെ തിയറി, നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഉണ്ടായി അതിന്റെ ഒറിജിനൽ ഡെവലപ്മെന്റ് ആണ്. അപ്പം 2ഉം 3 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫാമിലി സൊസൈറ്റി സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള 2 പേപ്പേഴ്സ് ആണ് 2ഉം 3യും. ഇനി ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ് MSW004, മോർ ഓഫ് ഒരു ലീഗൽ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇനി ഫീൽഡ് വർക്കിന്റെ എക്സിക്യൂഷൻ വരുന്നതാണ് MSW005 എന്ന് പറയുന്ന പേപ്പർ. പിന്നെ പ്രാക്ടിക്കൽസ് നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ മെയിൻ ആയിട്ട് ജസ്റ്റ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദിശ്രീ മാമിനെ വെൽക്കം ചെയ്യാണ്. മാം, ഓവർ ടു യു. അപ്പൊ നമുക്ക് സിലബസിനെ കുറിച്ചിട്ടും അസൈൻമെന്റ്സിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ഫീൽഡ് വർക്കിനെ കുറിച്ചിട്ടും എല്ലാം തന്നെ മാഡം ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ സിലബസ് മാപ്പിംഗ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ബ്ലോക്സ്, എന്താണ് യൂണിറ്റ്സ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു നോളേജ് കിട്ടുന്നുണ്ട് ഇതിലൂടെ. അത് മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, നോട്ട്സ്, മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് കിട്ടുന്നുണ്ട്. ദെൻ എക്സാംസിന്, അതായത് നമ്മുടെ ടേം ആൻഡ് എക്സാംസിന് മാത്രമല്ല അസൈൻമെന്റ്സിന് എല്ലാം തന്നെ നമുക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ദെൻ നമുക്ക് ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് റിസോഴ്സസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിസോഴ്സസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, റെക്കോർഡഡ് ലെക്ചേഴ്സ്. അതായത് നിങ്ങൾക്ക് മാഡം പറഞ്ഞല്ലോ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഈ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളുടെയും റെക്കോർഡഡ് ആയിട്ടുള്ള വേർഷൻസ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ഓരോ ബ്ലോക്സിലും വരുന്ന ഓരോ യൂണിറ്റുകളുടെയും കംപ്ലീറ്റ് റെക്കോർഡഡ് വേർഷൻസ് നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ദിവസമാണ് കണ്ടുപോകേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്കൊരു ടൈം ടേബിൾ ആക്കി നിങ്ങളുടെ മെന്റർ അയച്ചു തരുന്നതാണ്. അത് വെച്ചിട്ട് ഓരോ ദിവസവും ഓരോ യൂണിറ്റിലെ ക്ലാസ്സുകൾ അനുസരിച്ചിട്ട് കണ്ടുപോകേണ്ടതാണ്. ദെൻ വാല്യൂ ആഡഡ് നോട്ട്സ്. നമുക്കറിയാം ഇഗ്നോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പൊ നമ്മൾ ഈ മെറ്റീരിയൽ നോക്കി നമ്മൾ പഠിച്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എക്സാമിന്റെ സമയത്ത് പെട്ടെന്നൊന്ന് റീകോൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ എല്ലാം വേഗം ഓടിച്ചു നോക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഉള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ യൂണിറ്റിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബുള്ളറ്റ്സ് ആക്കിയിട്ടും അതേപോലെ ഫ്ലോ ചാർട്ട്സ് ആക്കിയിട്ടും ഡയഗ്രാംസ് ആക്കിയിട്ടും നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാല്യൂ ആഡഡ് നോട്ട്സ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹെൽപ്പ് ബുക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ അസൈൻമെന്റ് ഗൈഡ് ബുക്സ്. നമുക്കറിയാം നമ്മുടെ തിയറി പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ്സ് നമ്മുടെ കോഴ്സിൽ. ഈ അസൈൻമെന്റ്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങൾ അസൈൻമെന്റ് ഗൈഡ് ബുക്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമ്മൾ യൂണിവേഴ്സിറ്റി ഓരോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും പബ്ലിഷ് ചെയ്താൽ അതുടൻ തന്നെ അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ ഗൈഡ് ബുക്സും ലഭിക്കുന്നതാണ്. ഈ ആൻസർ ഗൈഡ് ബുക്സിൽ ഈ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറിന്റെ അതെങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നെല്ലാം തന്നെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ഈ ആൻസർ ഗൈഡ് ബുക്ക് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് വെക്കരുത്. നിങ്ങളുടെ ഈ അസൈൻമെന്റ് ഗൈഡ് ബുക്ക്, മെറ്റീരിയൽസ് എല്ലാം തന്നെ റെഫർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓൺ വേർഡ്സിൽ വേണം അസൈൻമെന്റ് എഴുതേണ്ടത്. ദെൻ PYQUA അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇതിൽ നമ്മുടെ ടീം ഒരുപാട് വർഷങ്ങൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ സെക്ഷനിൽ നിന്ന് എത്രയൊക്കെ വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ മോഡൽ എക്സാംസ്.
നമ്മൾ ഇഗ്നോ നടത്തുന്ന അതേ പാറ്റേണിലുള്ള മോഡൽ എക്സാംസ് ആണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെർച്വൽ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മോഡൽ എക്സാംസും നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ വെൽബീയിങ് സപ്പോർട്ട്. നമുക്കറിയാം ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും, അതിപ്പോ ജോലി ആയിക്കോട്ടെ, പഠിത്തമായിക്കോട്ടെ, എന്തോ ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലേൺ വൈസ് നിങ്ങൾക്ക് ഒരു വെൽബീയിങ് സപ്പോർട്ട്, അതായത് നിങ്ങളുടെ ഒരു മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് കൗൺസിലിംഗ്, അങ്ങനത്തെ സെക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ നമുക്ക് സിലബസ്, ഈ റിസോഴ്സസ് എല്ലാം തന്നെ സിലബസിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്നുള്ളത് നോക്കാം. ഈ റെക്കോർഡഡ് ലെക്ചേഴ്സ് ഞാൻ പറഞ്ഞു, നമുക്ക് ഓരോ യൂണിറ്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ലെക്ചേഴ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സമയത്ത് കണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്ക് ടൈം ടേബിൾ വഴി നിങ്ങളുടെ മെന്റർ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ റെക്കോർഡ് ലെക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ യൂണിറ്റും വ്യക്തമായിട്ട് ക്ലിയർ ആവുകയും അത് മനസ്സിലാക്കി പോകാനും കഴിയുന്നു. ദെൻ വാല്യൂ ആഡഡ് നോട്ട്സ് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ എക്സാമിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ട് വളരെ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം ഒന്ന് റീകോൾ ചെയ്തെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉള്ളത്. ദെൻ അസൈൻമെന്റ് ഗൈഡ്സ്. നമുക്ക് അസൈൻമെന്റ്സ് പുറത്തുനിന്ന് ഒരുപാട് റെഫർ ചെയ്ത് പോവാതിരിക്കാൻ നമ്മൾക്ക് തന്നെ ഒരു അസൈൻമെന്റ് ആൻസർ ഗൈഡ് ഉണ്ട്. ഇതും നമ്മുടെ മെറ്റീരിയലും കൂടി നിങ്ങൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ്സ് എല്ലാം തന്നെ എഴുതാനായിട്ട് പറ്റും. ദെൻ PYQ, UA ആൻഡ് മോഡൽ എക്സാംസ്. ഇതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ, നമ്മുടെ എക്സാം ആയിട്ട് ഇഗ്നോന്റെ എക്സാം ആയിട്ട് നിങ്ങൾക്കൊരു പരിചയം ഉണ്ടാക്കാനും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ദെൻ ലൈവ് സെഷൻസ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്. ഇത് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ കാണണം എന്നുള്ളത് നിങ്ങൾക്ക് ടൈം ടേബിൾ വഴി അറിയിക്കുന്നുണ്ട്. ഈ ഓരോ യൂണിറ്റിന്റെയും റെക്കോർഡഡ് ലെക്ചേഴ്സ് കണ്ടു തീരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. ഈ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് റെക്കോർഡ് ലെക്ചേഴ്സ് കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ലൈവ് സെഷൻസിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. മെന്റേഴ്സിന്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഈ ലെക്ചേഴ്സ് ആയിട്ട് എന്തെങ്കിലും യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, ഓരോ ബ്ലോക്കിന്റെയും യൂണിറ്റ്സ് എല്ലാം തന്നെ റെക്കോർഡ് ലെക്ചേഴ്സ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലോക്കിന്റെ ഫുൾ ആയിട്ടുള്ള റിവിഷൻ ആണ് ഈ ലൈവ് സെഷനിൽ വരുന്നത്. ഇതിൽ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതേപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ആ ഒരു ഫുൾ ബ്ലോക്ക് ഒന്ന് ക്വിക്കായിട്ട് ബ്രീഫായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് പോകാനും കഴിയുന്നു ലൈവ് സെഷൻസിലൂടെ. ദെൻ ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന വേറെ കുറച്ച് സപ്പോർട്ട്സ് ആണ് ഇതിൽ കാണുന്നത്. ഫസ്റ്റ് വൺ, നമുക്ക് അക്കാദമിക് സപ്പോർട്ട് തരുന്നത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആൻഡ് കരിക്കുലർ ഇവന്റ്സ്. അതിൽ നമുക്ക് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഈ EEP, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ഫീൽഡിലേക്ക് പോയാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിലുള്ള നിങ്ങളുടെ മികവ് പുലർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ഡെവലപ്മെന്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് EEP. ദെൻ കരിക്കുലർ ഇവന്റ്സിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വെബിനാർസും ഗസ്റ്റ് ലെക്ചേഴ്സിന്റെ ക്ലാസ്സസും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ പ്രാക്ടിക്കൽ കരിയറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസും അതേപോലെ പ്ലേസ്മെന്റിന് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യാം, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ലേൺ വൈസിലൂടെ മനസ്സിലാക്കി തരുന്നതാണ്. ദെൻ എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ടേമിന്റെ എക്സാംസ് അടുക്കും തോറും നമുക്ക് പലതരത്തിലുള്ള ഡൗട്ട്സ് വരാം. എങ്ങനെയാണ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നത്, എക്സാമിന് എങ്ങനെയാണ് സ്റ്റഡി സെന്റേഴ്സിന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ല എക്സാം സെന്റേഴ്സിനെ ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെ പലതരത്തിലുള്ള ഡൗട്ട്സ് വരാം. അപ്പോൾ നമ്മുടെ ടേമിന്റെ എക്സാംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് വരുവാണെങ്കിലും അതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരാനാണ് നമ്മുടെ ഈ എക്സാം ഹെൽപ്പ് ഡെസ്ക്. ദെൻ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ്. നമുക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ഫ്ലോയില് സ്റ്റഡീസ് കൊണ്ടുപോകുന്ന ആൾക്കാർ മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്. ഒരു കരിയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും തന്നെ പലതരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടാവും. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ആൻസർ ഒരു കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു എസ്സേ ടൈപ്പ് വരേണ്ടത്, എങ്ങനെയാണ് ഷോർട്ട് എസ്സേ, അങ്ങനെ പലതരത്തിലുള്ള ഡൗട്ട്സ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എല്ലാ തരത്തിലുള്ള ഡൗട്ട്സും അതേപോലെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സും ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ്. ദെൻ ഹോളിസ്റ്റിക് സപ്പോർട്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മുടെ മെന്റൽ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോളിസ്റ്റിക് സപ്പോർട്ട്, അതായത് ഹാപ്പിനെസ് അംബാസിഡർ ആൻഡ് പിയർ നെറ്റ്വർക്കിംഗ്. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് സപ്പോർട്ടിനായിട്ടുള്ള സെഷൻസും ദെൻ പിയർ നെറ്റ്വർക്കിംഗ്, നിങ്ങളുടെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു കോൺഫറൻസുകളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാംസ് പോലെ തന്നെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അസൈൻമെന്റ്സ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? നമ്മുടെ
മേജർ നമ്മുടെ ഗ്രേഡ് കാർഡ് ലാസ്റ്റ് വരുന്ന സമയത്ത് അസൈൻമെന്റ്സിന് നല്ലൊരു സ്കോർ തന്നെ നമുക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മാർക്കിനെ അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നതാണ്. സോ അസൈൻമെന്റ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ എഴുതുക, സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എക്സാംസിന് മുമ്പായിട്ട്, എഴുതാൻ പോകുന്ന എക്സാംസിന് മുമ്പായിട്ട് എല്ലാവരും തന്നെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സാംസ് എഴുതുന്നതിന് മുമ്പ് അസൈൻമെന്റ് സബ്മിറ്റഡ് ആണെന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുക. മാത്രമല്ല നമ്മുടെ അസൈൻമെന്റ് എഴുതുന്നതിലൂടെ നമുക്ക് നമ്മുടെ കോഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അതാത് പേപ്പറുമായിട്ട് കുറച്ചും കൂടി ഒരു കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അസൈൻമെന്റ്സ് എങ്ങനെയാണ് നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് കാണാം. നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ ഫസ്റ്റ് പിക്ചർ നോക്കിയാൽ കാണാം. ഒഫീഷ്യൽ സൈറ്റിൽ ഇങ്ങനെയായിരിക്കും അസൈൻമെന്റ്സ് റിലീസ് ആയി കഴിഞ്ഞാൽ കാണുക. അതിൽ പോയിട്ട് അസൈൻമെന്റ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് കോഡ് വെച്ചിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻമെന്റ് ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് കാണുന്ന ഒരു PDF-ന്റെ ഒരു പിക്ചർ കണ്ടോ, അതേപോലെ ആയിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുക. അത് നിങ്ങളുടെ ഇയറും അതേപോലെ കോഴ്സിന്റെ കോഡും എല്ലാം തന്നെ ഒന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു ഓവറോൾ റിവ്യൂ നമുക്ക് നോക്കാം. MSW പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞു തിയറിക്കൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫീൽഡ് വർക്കും. ഇത് രണ്ടും തന്നെ നല്ല രീതിയിൽ ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട രണ്ട് കാര്യങ്ങളാണ്. ദെൻ നമുക്ക് പ്രോഗ്രാം എന്താണ്, കോഴ്സ് എന്താണ്, ബ്ലോക്കുകൾ എന്താണ്, ബ്ലോക്കുകളിൽ വരുന്ന യൂണിറ്റുകൾ എന്താണ്, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സെഷനിലൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു MSW 01 to 5 ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ഇതെല്ലാം തന്നെ വളരെ സ്ട്രെസ് ചെയ്ത് പഠിക്കുകയും അതിന് നമ്മൾ തരുന്ന റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് മാക്സിമം യൂസ് ചെയ്ത് നമ്മുടെ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഈ ഒരു സെക്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും വാട്സാപ്പിലേക്ക് ഇങ്ങനെ ഒരു ഫോമിന്റെ ലിങ്ക് വന്നിട്ടുണ്ടാവും. ഈ ഒരു ലിങ്ക് യൂസ് ചെയ്ത് ഈ ഒരു ഫോം എല്ലാവരും തന്നെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പലതരത്തിലുള്ള കൺസേൺസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കൺസേൺസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര സപ്പോർട്ട് തരാനാണ് ഞങ്ങൾ ഈ ഒരു ഫോം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും തന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എല്ലാവരും ഈ ഫോം ഫില്ല് ചെയ്ത് ഇപ്പോൾ തന്നെ അത് സെൻഡ് ചെയ്യേണ്ടതാണ്. ദെൻ നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ ലാസ്റ്റ് സെഷൻസിലൂടെ നമ്മൾ അടുക്കുകയാണ്. 24th to 28 February ആണ് നമുക്ക് ലാസ്റ്റ് സെഷൻസ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ സെഷൻസ് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ഈ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് വളരെ എൻജോയ് ചെയ്ത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട സെഷൻസ് ആണ്. അത്ര സീരിയസ് ആയിട്ട് ഇപ്പൊ നമ്മൾ സിലബസ് ഡീകോഡിംഗ് പോലെ അത്ര സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് ഉള്ള ഒന്നല്ല. ഇതിൽ ഗെയിംസ്, റാപ്പപ്പ് വീഡിയോസ്, നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് പരിചയപ്പെടാം. അങ്ങനെ പലതരത്തിലുള്ള രസകരമായിട്ടുള്ള ഒരു സെഷനാണ്. അപ്പൊ ഈ ലാസ്റ്റ് സെഷനിൽ എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, നമുക്കപ്പോൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ജോയിനിങ്. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.